32 ഇഞ്ച് ഫുൾ ലെങ്ത്തും അരവണ്ണം 30 ഉള്ള ഒരു കുട്ടിക്ക് സ്കേർട്ട് അടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അതായത് ഫുൾ ലെങ്ത്ത് 32, അത് നമ്മൾ ബെൽറ്റ്, ആ സ്കേർട്ടിൻ്റെ ബെൽറ്റ് ഒരു 3 ഇഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 32ൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 29 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 30 ഇഞ്ച് നമുക്ക് സ്കേർട്ട് പീസ് കട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നമുക്ക് ലെങ്ത്താണ്. ആദ്യം നമുക്ക് ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ 30 ഇഞ്ച് കാൽക്കുലേഷനൊക്കെ ചെയ്ത ശേഷം 30 ഇഞ്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു തുണിയുടെ അറ്റം മുതൽ ടേപ്പ് വെക്കുക. എന്നിട്ട് നമ്മൾ 30 ഇഞ്ച് അടയാളപ്പെടുത്തുക. 30 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് നമുക്ക് 3 മടക്കണം. അതായത് 30 + 30 + 30 അങ്ങനെ 3 പീസാക്കി നമുക്ക് എടുക്കണം. ഇങ്ങനെ 3 പീസാക്കി നമുക്ക് എടുക്കണം. എടുത്തിട്ട് ഇത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത ശേഷം അപ്പോൾ നമുക്ക് 3 പീസ് കിട്ടും. 1 2 3 പീസ് കിട്ടും. ഇതാണ് നമ്മുടെ ലെങ്ത്ത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് ലെങ്ത്ത്. അതായത് തേര് മുതൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് നമ്മൾ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തേര് എവിടെ വരും? സ്വാഭാവികമായിട്ടും സൈഡിൽ വരും. അപ്പോൾ ഈ തേരുകൾ തമ്മിൽ കൂട്ടിച്ചേർത്ത് നമുക്കിതൊരു 3 പീസും കൂടെ ഒറ്റ പീസ് ആക്കണം. അതിനുശേഷം വരുന്ന 3 പീസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമുക്ക് ബാക്കി വരുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് അരപ്പട്ട, അതായത് വേസ്റ്റിൻ്റെ ബെൽറ്റിന് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പീസ് മനസ്സിലായല്ലോ സ്കേർട്ടിന് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. 30 ഇഞ്ച് ലെങ്ത്തിൽ 3 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 പീസ് 1 2 3, ഈ 3 പീസും കൂടെ തേരു ഭാഗം ചേർത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിക്കണം. ഒറ്റ പീസ് ആക്കണം. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് മുതൽ ഫ്രില്ലിട്ട് തുടങ്ങണം. ഓക്കെ, അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു 3 ഇഞ്ച് വീതിക്കുള്ള ബെൽറ്റാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു സൈഡ് 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ തിരിച്ച് മടക്കുമ്പോൾ 3 ഇഞ്ച് വേണം, 6 ഇഞ്ച് വേണം. സ്കേർട്ടിൽ പിടിപ്പിക്കാൻ വേണ്ടി 1/2 ഇഞ്ച് വേണം. പിന്നെ നമുക്ക് ഈ സൈഡ് മടക്കാൻ വേണ്ടി 1/2 ഇഞ്ച് വേണം. അങ്ങനെ മൊത്തം 7 ഇഞ്ച് ലെങ്ത് വീതിക്ക് നമ്മുടെ അരവണ്ണം ഞാൻ 30 പറഞ്ഞത്. അപ്പം 32 ഇഞ്ച് നീളത്തിൽ, അതായത് ഇവിടെ തയ്യൽ തുമ്പ് വരും. നമുക്കത് ബെൽറ്റ് അടിച്ച് മറിച്ച് തിരിക്കണം. കറക്റ്റ് 30 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ബാക്കിയുള്ളത് തുമ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത് ബെൽറ്റിനുള്ള പീസാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കേർട്ടിൻ്റെ കട്ടിങ്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാം. നമ്മൾ സ്കേർട്ട് പീസ് കട്ട് ചെയ്തു. നമുക്ക് ഈ സ്കേർട്ടിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യുന്നത് ഈ നെറ്റ് ആണ് ചെയ്യുന്നത്. ഇത് മുകളിലും ഇത് താഴെയായിട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നെറ്റ് നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത പോലെ 3 പീസ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. തുണി ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. പക്ഷേ ഈ ഒരു റോസാപ്പൂവിൻ്റെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതുമല്ല, അകവും പുറവുള്ള തുണിയാണ്, നെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ലെങ്ത്തിൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് തേരുഭാഗത്തിൻ്റെ അവിടുന്ന് ഇവിടം വരെ 31 ഇഞ്ച് അളന്ന് ഫുള്ള് ലെങ്ത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകും. ഈ എത്ര വീതി ഉണ്ടോ അത്രയും വീതി എടുക്കുന്നുണ്ട്. 31, നമ്മൾ സ്കേർട്ടിന് കട്ട് ചെയ്ത് 30 ഇഞ്ച് ലെങ്ത്തിലായിരുന്നു. അപ്പം നെറ്റിൽ ഞാൻ 1 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 31 ഇഞ്ചിൽ ഞാൻ നെറ്റ് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചോക്ക് പീസിൽ അടയാളപ്പെടുത്താൻ പറ്റില്ല. നമ്മളിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ താഴെയാണ് അടയാളമാകുന്നത്. അപ്പോൾ പെന്നുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് 31 ഇഞ്ച് വെച്ച്. ഞാൻ ഈ 31 ഇഞ്ചിൽ നെറ്റ് കട്ട് ചെയ്തെടുക്കാൻ പോകും.
കട്ട് ചെയ്ത സ്കേർട്ട് പീസ് നമുക്ക് 3 പീസുണ്ട്. അത് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം, ജോയിൻ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വേസ്റ്റിൻ്റെ അരപ്പട്ട ബെൽറ്റാണ്, നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ 3 പീസും സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെറ്റ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. മുകളിലേക്ക് ഇട്ടിട്ട്, അതായത് കാണുന്ന ഭാഗം നല്ല വശം, ഈ ഭാഗം ചീത്ത, ഇത് ഉള്ളത്തെ പീസ്, ഇത് നല്ലത്, ഇത് ചീത്ത വശം, അങ്ങനെയാണ് ഇടാം. എന്നിട്ട് നമുക്ക് ഏറ്റവും നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്ന ഭാഗത്ത് ടോപ്പിൽ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ഫ്ലീറ്റ് ഇടുമ്പോൾ ഈ നെറ്റ് ആയതുകൊണ്ട് തെന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഫുള്ള് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ശേഷം നമുക്ക് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ നെറ്റ് മെയിൻ ഫാബ്രിക്കിൽ ഫ്രില്ലിടുന്ന ഭാഗത്ത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്രയും നെറ്റാണ് നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളൂ. 2 ഇഞ്ച് 2.5 ഇഞ്ചോളമാണ് എക്സ്ട്രാ വന്നിട്ടുള്ളൂ. നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ആ തുണി നെറ്റും കൂടെ അടിച്ച ശേഷം നമുക്ക് ആ തുണി 4ആക്കി മടക്കിയെടുക്കാം. അതായത് ഫ്രില്ല് വെക്കുന്ന ഭാഗം 4ആക്കി മാറ്റുക. എന്നിട്ട് അതിൻ്റെ പകുതി നോച്ച് ചെയ്ത് വെക്കുക, അതിൻ്റെ ഇപ്പുറത്തെ പകുതി നോച്ച് ചെയ്ത് വെക്കുക. അതായത് 4 ഭാഗം ആക്കുക. അതിൻ്റെ 4 ഭാഗം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയ കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ അരവണ്ണം എത്രയാണോ ആ അരവണ്ണത്തിൻ്റെ 4/1 ഭാഗം നമ്മൾ ഫ്രില്ലിട്ട് വരുമ്പോൾ, നമ്മൾ ഇവിടെ നിന്നാണ് ഫ്രില്ലിട്ട് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഫ്രില്ലിട്ട് വന്ന് നമ്മൾ ഫസ്റ്റ് ഈ കട്ടിങ്ങിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് അരവണ്ണത്തിൻ്റെ 1/4 ഭാഗം കിട്ടണം, 4/1 ഭാഗം കിട്ടണം. ഓക്കെ, അടുത്ത കട്ടിങ്ങിൻ്റെ അടുത്ത് വരുമ്പം നമുക്ക് ഇപ്പോൾ 30 ഇഞ്ചാണെങ്കിൽ 15 ഇഞ്ച് കിട്ടണം. ഫസ്റ്റ് കട്ടിങ്ങിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് 7.5 ഇഞ്ച് കിട്ടണം. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രില്ലിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അഴിക്കാതെ ഒറ്റ സ്റ്റിച്ചിൽ നമുക്ക് നമ്മുടെ അരവണ്ണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഫ്രില്ലിടാം. ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡ് 2 സൈഡ് നെറ്റിൻ്റെ ഭാഗവും ഈ ഒരു ഭാഗവും കൂടെ 2ആക്കി മടക്കി അടിക്കും. നമ്മൾ 2 സൈഡും കൂടെ ചേർത്ത് നമുക്കൊരു രണ്ടാക്കി മടക്കി തയ്ക്കാൻ പറഞ്ഞില്ലേ. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഉള്ളിലെ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് 2ആക്കി മടക്കിയിട്ട് നമുക്ക് വീണ്ടും ഇത് മടക്കാം. അല്ലെങ്കിൽ നമുക്കിത് ഈ ഭാഗം നമ്മൾ തയ്ച്ചിട്ടില്ലല്ലോ, തയ്ക്കാൻ വരുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ അഴിക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് മടക്കിയതിന് ശേഷം നമുക്ക് 2ആക്കി മടക്കി അടിക്കാം. ബെൽറ്റിൻ്റെ വീതിക്കും നീളത്തിനും ഇത് ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കട്ടി കുറവാണ്, അതുകൊണ്ട് ഇത് ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലീറ്റിലേക്ക് വെച്ച് തയ്ച്ച് തുടങ്ങാം.